ഹായ് ഗായ്സ്, പിന്നത്തെ അപ്ഡേറ്റ് എന്താ പറയാ, മൊത്തം ഗമഗമയാണ്. ബസൂക്ക എൻ്റെ കുറച്ച് റിവ്യൂ ഞാൻ കണ്ടിരുന്നു. പിന്നെ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നത് എമ്പുരാനേക്കാളും പോസിറ്റീവ് റിപ്പോർട്ടാണ്. അത് കുറച്ച് പേര് മാത്രമാണ് അത് ഈ പ്രച്ഛന്ന വേഷമൊക്കെ ചെയ്ത് ഗമഗമ കളിക്കണത്. ഈ ബസൂക്ക സംബന്ധിച്ച് അത് അറിയാമല്ലോ, അത് വലിയ ഹൈപ്പൊന്നും ഉണ്ടായില്ല. ആനയാണ് ചേനയാണ് 1000 കോടി 500 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളിയൊന്നുമില്ല. പുതിയൊരു ഡയറക്ടർ, എന്താ പറയുക, പഴയ ഡയറക്ടറിൻ്റെ, അതായത് കലൂർ ഡെന്നീസിൻ്റെ മകനാണ് സംവിധാനം ചെയ്തത്, ഡിനോ ഡെന്നീസ്. പടം അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് കേട്ടത്. എന്താ പറയുക, വലിയ സംഭവങ്ങളൊന്നുമില്ല. അത് വളച്ചൊടിക്കണാണ്. അതായത് കുറച്ച് അതായത് ആ സിനിമയിലുള്ള കണ്ടുപിടിച്ചിട്ട് ഇതാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ സിനിമ മാറ്റണ്ടേ? ഈ പറഞ്ഞവർക്ക് അങ്ങനെ പറ്റുമോ? അതായത് മമ്മൂട്ടി നിൽക്കനെയാണ്, ഫൈറ്റ് ചെയ്യുമ്പോൾ മമ്മൂട്ടി അവിടെ നിൽക്കനെയാണ്, ഇനങ്ങളില്ല. പിന്നെ പറക്കണോ? അതായത് നിൽക്കണ മമ്മൂട്ടി പറന്നടിക്കണമെന്ന് ചോദിച്ചാണ് ഞാൻ. ഇങ്ങനെ കറങ്ങൂലേ? അപ്പം അങ്ങനെ കറങ്ങി അടിക്കണോ? എവിടെയാണ് ചിന്തിക്കണമെന്ന് അറിയില്ല. അങ്ങനത്തെ ഓരോരോ ഗമഗമ കളിക്കണേ. അത് കേൾക്കാൻ വേണ്ടി കുറേ പേര്, അപ്പം അത് മതി. പിന്നെ അങ്ങനെ ഒരു ഹൈപ്പില്ലാത്ത സിനിമ. എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രമാണ്, വിരലിലെണ്ണ മാത്രം, കുറച്ച് പേര് മാത്രം. ബാക്കി തിയേറ്ററിൽ എന്താ പറയുക, ഒരു അണ്ണനുണ്ടല്ലോ തിയേറ്ററിൽ, എന്താ പുള്ളിയുടെ പേര്, ഒരു അണ്ണനുണ്ട് തിയേറ്ററിൽ. പുള്ളി വന്നിട്ട് ഒച്ചപ്പാടൊക്കെ എടുത്ത്, അതൊക്കെ എനിക്ക് തോന്നുന്നത് പുള്ളി അതിൻ്റെ ഇടയ്ക്ക് എമ്പുരാനൊന്നുമില്ലെന്നൊക്കെ പറയുള്ളൂ. അതുമായിട്ട് കമ്പയർ ചെയ്യില്ല. എമ്പുരാൻ വേറെ, ബസൂക്ക വേറെ. എമ്പുരാൻ ഇപ്പോൾ 1000 കോടി ആവാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പോരാ ബ്രോ, ആവറേജാണ്. പക്ഷേ മൊത്തത്തിൽ അതിനെ എന്താ പറയുക, അവയിൽ പോലെ ചെയ്യുന്നത് പിന്നെയും പറയുന്നത് ഗമഗമയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ അപ്ഡേറ്റ്. ഇനി കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.